ഇപ്പൊ ശാന്തിയുള്ള ദിനേശ്, സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറാട്ടനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അത് കണ്ടായിരുന്നോ? അദ്ദേഹത്തെ പോലെ ഒരു കലാകാരനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ല. അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണ്. പിക്കാസോ പോലെയോ മൈക്കൽ ആഞ്ചലോ പോലെയോ ലിയാനോ ഡാവിഞ്ചിയോ അതുപോലെ അത്ഭുത ജന്മമാണ്. പിന്നെ പുള്ളി ആകെ 40 വർഷം എനിക്ക് ഒരു സിനിമ പ്രൊഡ്യൂസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ജോൺ അബ്രഹാം പോലെ വലിയ വലിയ ഡയറക്ടേഴ്സ് എല്ലാം 4 പടയ്ക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. പുള്ളി ഡയറക്റ്റ് ചെയ്ത പടം പറഞ്ഞ ക്ലാസിക് പടമാണ്. ബംഗ്ലാവ് ലവ് അറിയാമല്ലോ. 600 ദിവസമാണ് ശൈലാഷ് തിയേറ്ററിൽ ഓടിയത്. പിന്നെ അത് ശരിക്കും പറഞ്ഞ ഓസ്കാറും ഗോൾഡൻ ഗ്ലോബൽ കിട്ടുന്നില്ല. ഗോൾഡൻ ഗ്ലോബൽ കിട്ടുന്നില്ല ശാന്തിദേശിലാണ്. പിന്നെ ബെർലിൻ കേസ് ഇങ്ങനെ ഫിലിമെല്ലാം പ്രിപ്പയർ ആയിട്ട് കാണിക്കുന്ന ബംഗ്ലാവ് ലൗദിയാണ്. പുതിയതായിട്ട് വരുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ബൈബിളാണ് ബംഗ്ലാവ് ലൗദ. അത് കാണാതെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് ഫിലിം സ്റ്റഡീസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഒരുപാട് പഠനം നടക്കുന്നുണ്ട് ബംഗ്ലാവ് ലൗദയെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദറും ചിത്രമെല്ലാം 350-420 ദിവസം ഓടിയത്. ഇത് 600 ദിവസം ഓടിയത്. ക്ലാസിക് ഫിലിം മേക്കറാണ്. പിന്നെ പുള്ളി ഭയങ്കര മാന്യനാണ്. സിനിമ ഫീൽഡിൽ ബാക്കി എല്ലാവരും മോശക്കാരാണ്. പുള്ളി മാത്രം വെർജിനാണെങ്കിൽ പറയണം. അത് ശരിയാണ്. പുള്ളി വെർജിനാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്. എന്നാലും നമ്മളൊന്നും പുള്ളി നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും സിനിമ എക്സ്പീരിയൻസ്, ഇത്രയും കല ഒരു അത്ഭുത ജന്മമാണ് ശാന്തിയുള്ള ദിനേശ്. അത്ഭുത ജന്മം. ഇത് നേരായിട്ട് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലെങ്കിൽ ബർട്ടൺ റസൽ ഇങ്ങനെ കുറച്ച് അപൂർവമായിട്ട് അവിടെ ആളാണ് ഈ ശാന്തിയുള്ള ദിനേശ്. അദ്ദേഹം എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഞാൻ ആരുമല്ല. പുള്ളിയെ ഞാൻ ഹാറ്റ്സ് ഓഫ് പറയുന്നു. പുള്ളിയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കും. ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. പുള്ളി വലിയൊരു കലാകാരനാണ്. ആൾ ബെഡാ പാർട്ടിയാണ്. എന്തായാലും നിങ്ങൾ ഒരു സിനിമ പറഞ്ഞാൽ കളിയാക്കരുത്. കാരണം അത് ഒരു സിനിമ ക്ലാസിക് പടമാണ്. വേറെ എത്ര പേർക്ക് അങ്ങനെ പടം ഉണ്ടാക്കാൻ പറ്റും. അതും റെക്കോർഡ് കളക്ഷനാണ്. മലയാള സിനിമ ഇൻഡസ്ട്രി ഇല്ല. അല്ല, ഈ ഫസ്റ്റ് സിനിമയുടെ പതിയില്ലോ, റെഗുലർ ലോകത്തിൻ്റെ പതിയില്ലോ. ഇനി വേറെ സിനിമയുടെ ആവശ്യമില്ല. അത് ബ്ലോക്ക് ബസ്റ്റർ ഇട്ട് ക്ലാസിക് പടം. സാധാരണ ക്ലാസിക് പടം ഒന്നും ഓടാറില്ല. ഈ ക്ലാസിക് പടം ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓടി. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇനി ഒരു പടത്തിനും ഈ റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റില്ല. റെഗുലർ ലോകത്തിന് റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷനാണ്. ഈ പോയി കാണാത്ത ആൾക്കാരില്ല. ഇതിപ്പോൾ വേറെ പല ലാഗ് ചൈനീസ് പല ലാഗിലേക്ക് റീമേക്ക് ചെയ്യാം. മിക്സിയർ പോലെ ആൾക്കാർ ലോകത്തിലെ എല്ലാ ആൾക്കാരും കാണാൻ എല്ലാവരും കാണാൻ. നിങ്ങൾ സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഈ ബംഗ്ലാവ് ലൗദ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ IFKക്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പ്രീമിയർ ഷോ ആയിട്ട് ബെർലിനിൽ കെയ്ൻസിൽ വന്നാണ്. പിന്നെ ഓസ്കർ 6 നോമിനേഷൻ കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടർ എന്നാ. പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയ ഗോൾഡൻ ഗ്ലോബ്. ഭയങ്കര നിങ്ങൾ അറിയില്ല. ആൾക്കാർക്ക് ഇങ്ങനെ പറയും. പക്ഷേ പടം കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പടം ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് എന്ന മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വർക്കാണ് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ പേര് ശാന്തിയുള്ള ദിനേശ് വാചകമല്ല, മൈക്കൽ ആംഗലോ പിക്കാസോ അല്ലെങ്കിൽ ബേർഗ്മാനോ സത്യേറ്ററി സ്റ്റൈലൊക്കെയാണ് പുള്ളി ഉണ്ടാകുന്നത്. സത്യേറ്ററിയാണ് പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. എന്തായാലും ഒരു അനുഗ്രഹീത കലാപ്രതിഭയാണ്. അദ്ദേഹത്തെ വെച്ച് പറയാൻ ഞാൻ ആരുമല്ല.